കേരളത്തിൽ വളരെയധികം ആത്മഹത്യകൾ വർദ്ധിക്കുന്ന പ്രവണത സംജാതമായിരിക്കുകയാണ്. അമ്മയും അച്ഛനും അതുകൂടാതെ കാമുകിയും കാമുകരും അതുപോലെ അങ്ങനെ മക്കളടക്കം ചെറിയ കുട്ടികളടക്കം ധാരാളമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. കേരളത്തിലെ ആത്മഹത്യ ശരാശരി പോലും വളരെ ഉയർന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള കാരണങ്ങളെക്കുറിച്ച് സീനിയർ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോളണ്ടിനോട് അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഡോക്ടർ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു തമാശയായിട്ട് കേരളത്തെ ട്രോളാൻ പോലും പലപ്പോഴും പലരും പറയുന്ന 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 100% ലിറ്ററസി ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ വളരെയധികം ശരാശരി ഉയർന്നു നിൽക്കുന്ന സാഹചര്യം, ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, ആ സാമൂഹിക സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നമുക്കിത് തീർച്ചയായിട്ടും ദുഃഖകരമായ ഒരു കാര്യമാണ്. വിദ്യാസമ്പന്നരാണ് നമ്മളെങ്കിലും പലപ്പോഴും നമ്മളുടെ ഒരു മാറ്റം സംഭവിക്കപ്പെടുന്നത് പോസിറ്റീവ് ലൈനിലേക്കല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും എല്ലാ രീതിയിലും ഈ അടുത്ത കാലത്ത് എല്ലാ സൗഭാഗ്യങ്ങളും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന തലത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചത് മുതൽ, അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതം വേണ്ടെന്ന് വെച്ചത് മുതൽ കൊച്ചുകുട്ടികളടക്കം മുതിർന്നവരടക്കം മറ്റു പല ആളുകളിലേക്ക് ഇത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇത് സൊസൈറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മുൻപ് സംഭവിച്ചിട്ടുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ വരുന്നത് ശ്രദ്ധിക്കപ്പെടുമ്പോൾ ചെറിയ തരത്തിലെങ്കിലും ഇത്തരത്തിൽ ടെൻഡൻസിയുള്ള ആളുകൾ അവർ മുൻപേ മറ്റു ചില ആളുകൾ എടുത്ത ഓപ്ഷൻസ് സ്വീകരിച്ചു പോകുന്നു എന്നുള്ളത് ഈ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സെൻസിബിൾ റിപ്പോർട്ടിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി മരിച്ചത്, എന്തുകൊണ്ടാണ് മരിച്ചത്, ഏത് രീതിയിലാണ് മരിച്ചത് എന്നുള്ള ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തപ്പെട്ട രീതിയിലേക്ക് പലപ്പോഴും പത്രങ്ങളിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള മാഗസിനുകളിലും ചില പത്രങ്ങളെങ്കിലും മരിച്ചുപോയ ചില ആളുകളെ കുറിച്ച്, ഇതുപോലത്തെ ജീവിതം അവസാനിപ്പിച്ച ആളുകളെ കുറിച്ച്, അവരുടെ കവിയോ കഥാകാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കുറിച്ച് പലപ്പോഴും സചിത്രമായിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇതൊരു കുഴപ്പമില്ല എന്ന മട്ടിലേക്ക് ഒരു ചോയ്സ് ആയിട്ട് ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ളൊരു മീഡിയ ഇഷ്യൂ ഇതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും പത്രങ്ങളൊക്കെ അടുത്ത കാലത്ത് വാർത്തകളുടെ താഴെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധനെ ഓർ മനോരോഗ വിദഗ്ധനെ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യലി ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഇത്തരം പ്രചോദനങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിരിക്കെ തന്നെയും മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മാനസിക ആരോഗ്യത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഒക്കെയുള്ള പല കാര്യങ്ങളിലും ആളുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഒരു ചർച്ചാവിശേഷങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഭർത്താവും ഭാര്യയും ഒക്കെ ചേർന്നിട്ട് തീരുമാനിക്കുകയാണ് നമുക്ക് സാധ്യതയില്ല, നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് കുഞ്ഞിനെ അടക്കം തീർത്തതിന് ശേഷം നമ്മുടെ ജീവിതം കളയാമെന്ന രീതിയിലേക്കുള്ള ചിന്തകൾ പോകാനുള്ള കാരണം തന്നെ ഇവരുടെ ചിലപ്പോൾ ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്തത് ഭർത്താവായിരിക്കാം, ഈ ചിന്ത ആദ്യം കൊണ്ടുവന്ന് ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം, ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവന്നത്. ഈ ചർച്ചകൾ ഒരു നെഗറ്റീവ് ലെവലിലുള്ള ചർച്ചകൾ കുടുംബാന്തരീക്ഷത്തിൽ വരുമ്പോൾ അതിനെ ആരാണോ ആദ്യം കേൾക്കുന്നത് അതിനെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം ആ ആളും ഡിപ്രസ്ഡ് ആയിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കപ്പെടുന്ന പക്ഷം ഈ ഒരു ആശയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭർത്താവിന്റെ ആയിക്കോട്ടെ, ഭാര്യയുടെ ആയിക്കോട്ടെ, പുരുഷന്റെ, സ്ത്രീയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് രംഗത്ത് വർക്ക് ചെയ്യുന്നവരുടെ, ഡോക്ടേഴ്സിന്റെ അടക്കം എല്ലാവരുടെ മേഖലയിലും നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എല്ലാവരും മനുഷ്യരാണ്, ഹ്യൂമൻ ബീയിങ് ആണ്. പദവി നോക്കരുത്, പൊസിഷൻ നോക്കരുത്, അവരെന്തോരം പഠിച്ചു എന്നുള്ളത് നോക്കരുത്. കാരണം ഇത് വൈകാരിക തലത്തിലേക്ക് വരുന്നു. അങ്ങനെ വരാനുള്ളതിലെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മെന്റൽ ഹെൽത്ത് ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ, മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. പല വ്യക്തികളും ഡിപ്രസ്ഡ് ആണ്. ചില ആൾക്കാർ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണ്. ചില ആൾക്കാർ ഓക്കെ ചെറിയൊരു സാഡ്നെസ് വന്നാലും സങ്കടം വന്നാലും ഞങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു വ്യക്തികൾ എല്ലാവരും തന്നെ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആകുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് തന്നെ അവരെ കുറിച്ചൊരു വാല്യൂ ഇല്ലാണ്ടായി മാറുന്ന പോലത്തെ ചിന്തകൾ വരാൻ തുടങ്ങുന്നു. ഞാൻ എത്ര നാളായി കഷ്ടപ്പെടുന്നു, എത്ര നാളായി പൊരുതുന്നു, ഞാൻ എൻ്റെ പല ഉദ്യമങ്ങളും പരാജയപ്പെട്ടു പോകുന്നു, ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് ചിന്തിച്ചു പോകുന്നതാണ് ഇതിൻ്റെ ഒരു തലം. അതിൽ നിന്ന് ഹോപ്പ്ലെസ്നെസ്, മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും കാണുന്നില്ല. കാരണം ഇതിൽ പല ആളുകളും ഒന്നെങ്കിൽ ചിലപ്പോൾ കടബാധ്യതയിൽ പെട്ടിട്ടുണ്ടാവും, ചില വ്യക്തികളെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ടാവും. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കിന്റെ പുറത്ത്
നവവധു സ്വന്തം ഗ്രഹത്തിൽ ജീവനൊടുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുമ്പോൾ, അത് വിവാഹം കഴിഞ്ഞ് 1 മാസമോ 2 മാസമോ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പലപ്പോഴും വാർത്തകൾ കാണുമ്പോൾ എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മനഃശാസ്ത്ര വിദഗ്ധനെ സമീപിച്ചില്ല എന്ന മട്ടിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടെങ്കിലും, പലപ്പോഴും ഇവരൊരു ഡിപ്രസീവ് മൂഡിലേക്ക് പെട്ടുകഴിഞ്ഞാൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എന്ത് ചെയ്യണം എന്നറിയാതെ ഉടലുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു വർത്ത്ലെസ്, സ്വയം വിലയില്ലാന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണെങ്കിൽ. രണ്ടാമതൊരു ഹോപ്പ്ലെസ് ആണ്. മൂന്നാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ലെസ് ആണ്, ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും. അപ്പൊ പല ആൾക്കാരും ചോദിക്കാം, നീ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. മരിച്ചു കഴിയുമ്പോൾ സ്വയം ചിന്തിക്കുകയാണ്, അവൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, അവൻ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ഈ വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് ഒരവസ്ഥ ഇവർ പോലും പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. ആദ്യഘട്ടത്തിനെ തിരിച്ചറിഞ്ഞ് ഹെൽപ്പ് എടുക്കേണ്ടതാണ്. ഇതിന്റെ കൂടെ തന്നെ ഉറക്കത്തിലുള്ള വേരിയേഷൻസ്. ചില ആൾക്കാർക്ക് ഉറക്കം തീരെ കുറവാണ്, ചില ഉറക്കം വളരെ കൂടുതലാണ്. ചില ആൾക്കാർ ഭക്ഷണക്രമം, വിശപ്പ് തീരെ ഇല്ലാണ്ടാവുന്നു, വിശപ്പ് കൂടി വരുന്നു. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മൂഡ് പല രീതിയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ഒരു മൂഡ്, ഉച്ചയ്ക്ക് ഒരു മൂഡ്, വൈകുന്നേരം ഒരു മൂഡ് എന്ന് പറഞ്ഞാലല്ല, ഇതൊരു വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ജീവിക്കേണ്ട എന്നൊരു തോന്നൽ ശക്തമായിട്ട് വരുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് ക്ലിനിക്കൽ ഡിപ്രഷന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരിക. പക്ഷെ എല്ലാ മരണങ്ങളും ഡിപ്രഷനാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ചുറ്റുമുള്ള പല വാർത്തകളിൽ നിന്ന് തോന്നുന്നോ, പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നലിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളോ, ഇമ്പൾസിവിറ്റിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളോ ഒക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സംഭവിക്കപ്പെടാം. പക്ഷെ ചുറ്റും നടക്കുന്ന പല വാർത്തകൾക്കകത്ത് ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നവരുടെ അനുഭവക്കുറിപ്പുകൾ പോലെയുള്ള വാർത്തകൾ വരുന്നില്ല. ഞാൻ ജീവൻ വേണ്ടെന്ന് വെക്കാൻ ഇരുന്നതാണ്, പക്ഷെ എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല, നേടേണ്ടതാണ്, എനിക്ക് പൊരുതേണ്ടതുണ്ട്. 1000 വട്ടം ഞാൻ പരാജയപ്പെട്ടെങ്കിലും 1001ാമത്തെ വട്ടം ഞാൻ വിജയിക്കും. 10,000 വട്ടം എന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ടതില്ല. ഇനിയും എന്റെ ജീവിതം മുമ്പിലുണ്ട് എന്ന തരത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളായ സംഭവങ്ങളൊന്നും നമ്മുടെ പത്രമാധ്യമങ്ങളിലും വരുന്നില്ല. എല്ലാ റിപ്പോർട്ടിങ്ങുകളാണ് വരുന്നത്. റിപ്പോർട്ടിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പോസിറ്റീവ്, ഇപ്പൊ സുനിത വില്യംസ് നമുക്ക് ബഹിരാകാശത്ത് തിരിച്ചു വന്നു എന്നുള്ള വാർത്ത ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും പോസിറ്റീവായ ന്യൂസാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസുകൾ, ഇത്തരത്തിൽ അവരുടെ അതിജീവനം, അവരെന്തുകൊണ്ടാണ് ബഹിരാകാശത്ത് അവർ എത്ര ദിവസങ്ങൾ അതിജീവിച്ചു, അവർക്ക് അവിടെ സാഹചര്യങ്ങൾ അനുകൂലമൊന്നും ആയിരുന്നില്ല പല കാര്യങ്ങളും. കാരണം അവരോട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞ സംഭവം പെട്ടുപോയതാണ്. ജീവിതത്തിലും പല ലെവലിൽ പെട്ടുപോകുന്ന ആൾക്കാർ അവരുടെ ജീവിതം വേണ്ടെന്ന് വെക്കുന്ന തലത്തിലേക്ക് പോകുന്നതിന് പകരം പിടിച്ചു നിൽക്കലിന്റെ, തിരിച്ചുവരവിന്റെ, അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നതിന്റെ പാഠങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങുകളിൽ ചർച്ച കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ സ്റ്റാഫിന്റെയും മെന്റൽ ഹെൽത്ത് ഉറപ്പുവരുത്താനുള്ള പ്രിവന്റീവ് ചെക്കപ്പുകളുടെ ആവശ്യമുണ്ട്. പീരിയോഡിക്കലായിട്ട് വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ, നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ കൃത്യമായ രീതിയിലേക്ക് മനഃശാസ്ത്ര വിദഗ്ധരുടെ സപ്പോർട്ടോടുകൂടി ഒരു പോസിറ്റീവ് ചെക്കപ്പ്, ഒരു പോസിറ്റീവായിട്ട് പ്രിവന്റീവ് മെന്റൽ ഹെൽത്ത് ചെക്കപ്പും അതിൻ്റെതായ രീതിയിലുള്ള സപ്പോർട്ടുകളും പോകേണ്ടതുണ്ട്. മറ്റുള്ള വ്യക്തികളോട് തുറന്ന് സംസാരിക്കാനുള്ള ആശയങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്വയം ചിന്തിച്ചു കൂട്ടാതെ ഏതെങ്കിലും ഒരു കൂട്ടുകാരിയോട്, അമ്മയോട്, അച്ഛനോട്, ഏറ്റവും അടുത്ത ആൾക്കാരോട് തുറന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് വരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സ്വയം ചിന്തിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ സ്വയം സൃഷ്ടിക്കുന്ന അഗ്നികുണ്ഡത്തിന് നടുവിൽ ചാടി മരിക്കാനുള്ള രീതിയിലുള്ള ചിന്തകൾ പോലെ തന്നെ വ്യത്യസ്തമായ മരിക്കാനുള്ള ചില മാർഗങ്ങളിലേക്ക് തേടുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ പ്രചോദനം വരുന്നു, അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ പ്രചോദനം വരുന്നു. ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും പ്രശ്നമായിട്ട് മാറുകയാണ്. മാനസികാരോഗ്യത്തെ നമുക്ക് ബാധിക്കപ്പെടുന്നു തോന്നൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഇടപെടേണ്ടതുണ്ട്. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹാപ്പിനെസ് കുറഞ്ഞു വരുന്നു, എനിക്ക് ക്ഷീണം വന്നു തുടങ്ങുന്നു, എനിക്ക് അകാരണമായ ഒരു ഭയം വരുന്നു, എനിക്ക് ജീവിതത്തോടൊരു താല്പര്യം കുറഞ്ഞു വരുന്നു. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോഴേ അത് മറച്ചു വെക്കുകയല്ല, തുറന്ന് സംസാരിക്കാം. നമുക്ക് സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ഇതൊന്നും വേണ്ട. നിങ്ങൾ ഏറ്റവും അടുത്തൊരാളോട് തുറന്ന് സംസാരിക്കാം. ടോക്ക് തെറാപ്പി എന്ന് പറയും. തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഇത്തരം ചിന്തകളൊക്കെ മാറാം. ശക്തമായ അവയർനെസ് ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ജീവന്റെ വാല്യൂവിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾക്ക് ശക്തമായിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പ്രചോദിപ്പിക്കുന്ന സെമിനാറുകളും പ്രചോദിപ്പിക്കുന്ന സംസാരങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു വ്യക്തി പോലും ഇതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ചില വ്യക്തികൾ ജീവൻ ഒടുക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിശയം വരുന്നു. അത്രയും സാമ്പത്തികമുള്ളയാളോ, അത്രയും എല്ലാ കാര്യങ്ങളുള്ളയാളോ, ഇത്രയും സൗഹൃദങ്ങളുള്ളയാളോ, പക്ഷെ ഈ വ്യക്തിയെല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്തിട്ട് ആരും അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ഡിപ്രസീവ് മൂഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാനസികാരോഗ്യ രംഗത്ത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതി അല്ല വേണ്ടത്. അല്പം കൂടെ ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിന്റെ സ്ഥലത്തു നിന്നും, സന്നദ്ധ സംഘടനകളുടെ സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ കമ്പനികളും, എല്ലാ സ്കൂളുകളും, ഓരോ ഭവനങ്ങളും
അവിടെ നമുക്ക് ഭവനാന്തരീക്ഷവും ഒക്കെ പോസിറ്റീവായിട്ട് മാറി, ഏതെങ്കിലും വ്യക്തികൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതത്തോട് പടപൊരുതാൻ തക്കവണ്ണമുള്ള മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ കുടുംബങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയാൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസികാരോഗ്യ രംഗത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് മാനസികാരോഗ്യം വർദ്ധിക്കത്തക്ക വണ്ണമുള്ള ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നത് എല്ലാവരും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണേണ്ടതുണ്ട്. പലപ്പോഴും ലീസ്റ്റ് ബോധേഡ് ആണ് മനസ്സിന്റെ കാര്യം, പക്ഷെ മനസ്സാണ് എല്ലാം. മനസ്സ് പോയാൽ ലൈഫ് പോയി.